ഹലോ! ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചോക്ലേറ്റ് കുക്കീസാണ് കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു കുക്കിയാണ്. ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ട ഒരാവശ്യമില്ല. ഫ്രിഡ്ജിൽ വെച്ച് തന്നെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് കുനാഫയുടെ പേസ്ട്രിയാണ്. അത് നമ്മൾ 250 ഗ്രാമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു ബൗളിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എപ്പോഴും കുനാഫ പേസ്ട്രി കട്ട് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊരു തണുപ്പാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും. ഇപ്പോൾ ഞാൻ കുനാഫയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബട്ടറിൽ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് ബട്ടറാണ് കേട്ടോ. 125 ഗ്രാംസ് ബട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കി ബട്ടർ ഇട്ട് കൊടുത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. കപ്പിൻ്റെ അളവ് പറയുകയാണെങ്കിൽ 1/2 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ. ഇനി ബട്ടർ മെൽറ്റായ ശേഷം നമ്മൾ നേരത്തെ ഷ്രെഡ് ചെയ്ത് വെച്ച കുനാഫ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. കുനാഫേൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ബ്രൈറ്റ് ഗോൾഡൻ ഷെയ്ഡായി വരുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. അതുവരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. നമുക്കിത് അരമണിക്കൂർ കൊണ്ട് തന്നെ കുക്കീസ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു റെസിപ്പിയിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ചെയ്യും. കുട്ടികൾക്ക് മാത്രമല്ല, ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമുള്ള, ചോക്ലേറ്റ് കുക്കീസും ചോക്ലേറ്റൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ കുനാഫ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ. അമൂലിൻ്റെ മിൽക്ക് ചോക്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാലക്സിയോ അല്ലെങ്കിൽ ഡയറി മിൽക്കോ ഒക്കെ എടുക്കാം. നല്ല ടേസ്റ്റ് ഉള്ളൊരു മിൽക്ക് ചോക്ലേറ്റ് എടുക്കണം. ഇതിൽ ഞാൻ 6 ഇപ്പം മെൽറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. എന്നിട്ട് അത് മെൽറ്റ് ചെയ്ത ശേഷം 7ാമത്തെ ആ ഒരു ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഓരോന്നും 40 ഗ്രാംസ് ആണ്. മൊത്തം 280 ഗ്രാംസ് ഉണ്ട് ഈ ചോക്ലേറ്റ്. ഇനി ഇത് ഞാൻ മെൽറ്റ് ചെയ്ത് കൊണ്ടുവരാം. നിങ്ങൾക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലോ അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ട് 30 സെക്കൻഡ് കഴിയുമ്പോൾ എടുത്തിട്ട് ഇളക്കി കൊടുക്കുക, വീണ്ടും ഓവനിൽ വെക്കുക. അങ്ങനെ ഇത് മെൽറ്റ് ആവുന്നത് വരെ ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റ് ചോക്ലേറ്റ് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തിടാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റിന് ടെമ്പറിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുറത്ത് വെക്കുമ്പോഴൊന്നും പെട്ടെന്ന് ഇത് മെൽറ്റായി പോകില്ല. കണ്ടോ, നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുനാഫ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കുക്കി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിതിന് യൂസ് ചെയ്യുന്ന ചോക്ലേറ്റ് നല്ല ചോക്ലേറ്റ് ആയിരിക്കണം, നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒന്നുകിൽ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ്, അല്ലെങ്കിൽ അമൂലിൻ്റെ, അല്ലെങ്കിൽ ഗാലക്സീൻ്റെ പ്ലെയിൻ ചോക്ലേറ്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. എന്നിട്ട് ഈ ഡോ നമുക്കൊരു കുക്കി ഡോ ആക്കിയിട്ട് മാറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് പീനട്ട് കാൻഡി, നമ്മുടെ സ്വന്തം കപ്പലണ്ടി മിഠായിയാണ് ചേർക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് കാൻഡിഡ് നട്ട്സ് ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ബദാം, പിസ്ത, അങ്ങനെ ഏതും കാൻഡിഡ് നട്ട് ആക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കാം. പക്ഷെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു കപ്പലണ്ടി മിഠായി. അത് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കി ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ഐസ്ക്രീം സ്കൂപ്പ് വെച്ചിട്ട് ഇത് സ്കൂപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള ട്രേയിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കപ്പോ അല്ലെങ്കിൽ ടോപ്പൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഫ്ലാറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട്, ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് സെറ്റായി കിട്ടണമെങ്കിൽ ഫ്രീസറിൽ വെക്കാം. എന്നിട്ട് ഒന്ന് താഴേക്ക് എടുത്ത് വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അരമണിക്കൂറിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കുനാഫ ചോക്ലേറ്റ് കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാത്രം കാലിയാകുന്ന വഴി അറിയില്ല, അത്രയും പെട്ടെന്നാണ് ഞങ്ങൾക്കിത് തീർന്നു പോയത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാവും കേട്ടോ. അപ്പം നമുക്ക് ടാനുന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താലോ? Bird. കാണിച്ച്